നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഫോർ ദ പീപ്പിൾ എന്ന പരിപാടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ പരിപാടിയിൽ ഞാൻ ചന്ദ്രസേനൻ, അനീഷ് തകടിയിൽ. ഇന്നിപ്പോൾ നമ്മൾ വളരെ ഗൗരവമുള്ളൊരു വിഷയമൊന്നും എടുക്കുന്നില്ല. അതിനകത്ത് ഗൗരവമുള്ള കാര്യങ്ങൾ വരാം. അതായത് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞപ്പോൾ വളരെ വ്യാപകമായിട്ടുണ്ട് അല്ലേ? നമ്മുടെ തന്നെ ഒരു മാധ്യമം നിലനിൽക്കുന്ന പോലെ ഫേസ്ബുക്കിലൂടെയാണ്. സോഷ്യൽ മീഡിയ ഒരു വലിയ സംഭവമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ട്രഡീഷണൽ മാധ്യമങ്ങളെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വരവ്. പക്ഷെ ആർക്കും മാധ്യമ പ്രവർത്തകനാകാം, ആർക്കും വേണമെങ്കിലും ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങാം എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ന്യൂനത. മറ്റങ്ങനെയല്ല, 810 എന്ന ഫ്രീക്വൻസിയിലൂടെ നമ്മൾ പ്രക്ഷേപണം നടത്തുമ്പോൾ ആ ഫ്രീക്വൻസിയിൽ വേറെ ആർക്കും പറ്റില്ല. മാത്രമല്ല ഒരു ഫ്രീക്വൻസിയിലൂടെ കിട്ടുക അത്ര എളുപ്പമല്ല. കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് വന്നതോടുകൂടി, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ആ ഒരു പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറി. അതുകൊണ്ട് തന്നെ ഈ ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ്ബുക്കാണ് പ്രധാനമായിട്ടെന്ന് പറയുന്നത്. ഫേസ്ബുക്കിൽ ഒരുപാട് ഫേക്ക് ഐഡികളുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിലെ ഫേക്ക് ഐഡികളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഫേസ്ബുക്കിലെ ഫേക്ക് ഐഡികൾ, ഫേക്ക് ഐ ഡി വെച്ചിട്ട് ഈ നെഗറ്റീവായ കമൻ്റ് ഇടുന്നവർ കുറച്ചെണ്ണം കൂടിയിട്ടുണ്ട്. അതുപോലെ ഫേക്ക് ഐ ഡിയിൽ വന്ന് ഒരുപാട് നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ട് ഒന്ന് ഷൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെക്കുറിച്ച് മാത്രമല്ല നമ്മൾ പറയുന്നത്. ആരെയും ഉപദ്രവിക്കാതെ തമാശ രൂപത്തിൽ ഈ ഫേക്ക് ഐ ഡിയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നിരവധി പേരുണ്ട്. എന്തെങ്കിലും അനുഭവം ഉണ്ടാവും? അനുഭവമേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു. സാധാരണ ഇപ്പം ഞാൻ വളരെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയ നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നോക്കാറുണ്ട്. എല്ലാ ദിവസവും നോക്കാറുണ്ട്, എപ്പോഴും നോക്കാറുണ്ട്. അതെ, നമ്മുടെ ജീവിത പ്രശ്നം കൂടി നമ്മുടെ ജീവിത പ്രശ്നം കൂടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ ഓരോ വീഡിയോ എത്ര പേര് കണ്ടു, എത്ര പേര് റീച്ചായി, ഇനി ആരെങ്കിലും കാണാനുണ്ടോ എന്ന് നമ്മൾ നോക്കുമല്ലോ. അപ്പൊ കഴിഞ്ഞ ആഴ്ച എനിക്ക് വന്നൊരു ഫ്രണ്ട് റിക്വസ്റ്റ് ആണേ. കടലിൽ ചാടി ചത്തവൻ സെൻഡ് യു എ ഫ്രണ്ട് റിക്വസ്റ്റ്. കടലിൽ ചാടി ചത്തവൻ. പിന്നെ മറ്റു ചില ഫേക്ക് ഐഡിയുടെ പേരും കൂടെ പറയാം. പിന്നെ ഈ കടലിൽ ചാടി ചത്തവനോട് തീർച്ചയായിട്ടും നമുക്ക് മരിച്ച ഒരാളിനോട് ഉള്ളൊരു ആദര സൂചകമായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ കടലിൽ ചാടി ചത്തവൻ എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റു കുറച്ച് ഐഡിയ കൂടി പറഞ്ഞുതരാം. നാവുളുക്കി ചത്തവൻ, അങ്ങനെയുണ്ട്. മറ്റൊന്ന് കഴിഞ്ഞ ആഴ്ച ചത്തവൻ, പിന്നൊന്ന് കൊറോണ വന്ന് ചത്തവൻ, പിന്നെ വേറൊന്നുണ്ട്. അത് എല്ലാവരും ഉച്ചരിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നടക്കും തോന്നില്ല. പ്രക്ലോഷ്മിത ദൃഷ്കാഞ്ചിതൻ. ശ്രോതാക്കൾ എല്ലാവരും അത് പറയാൻ ശ്രമിക്കേണ്ട, ബുദ്ധിമുട്ടാവും. അല്ല, ഈ പേര് ഉച്ചരിച്ച് ഉള്ള ഒരു പ്രശ്നം കൊണ്ടായിരിക്കും മറ്റേ നാവുളുക്കി ചത്തവൻ ഉണ്ടായത്. ചിലപ്പോൾ ഇത് കണ്ടിട്ടായിരിക്കണം തമ്മിൽ കണക്റ്റഡ്. അതെ. അതുപോലെ തന്നെ വേറൊരെണ്ണം, രസകരമായ ഒരെണ്ണം നമ്മൾ കണ്ടതാണ്. മൂലം തിരുനാൾ ദാമേന്ദ്രവർമ്മ. മറ്റൊന്നുണ്ട്, മൂലം തിരുനാൾ മൂസ രണ്ടാമൻ. രാജകുടുംബം. പിന്നെ വേറൊന്ന്, ഇതിനകത്ത് ഇപ്പം ആണുങ്ങൾ മാത്രമല്ല, സ്ത്രീകളും വന്നിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് വന്ന ഒരു ഫേക്ക് ഐ ഡി നമ്മൾ കണ്ടത്. ഈ ഫേക്ക് ഐ ഡി എന്ന് പറഞ്ഞാൽ അവർ പേര് മാറ്റിയിടുന്നു. അവർ നിരുപദ്രവകാരികളാണ് കേട്ടോ. ഇത് നമ്മുടെ തമാശ രൂപത്തിൽ കണ്ടാൽ മതി. ഇതിനൊരു ഗൗരവപൂർവ്വം അല്ല നമ്മൾ പറയുന്നത്. ഗൗരവപൂർവ്വം കാണേണ്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഫേക്ക് ഐ ഡി ഇട്ടിട്ട് മാധ്യമത്തിൽ കയറി എന്തെങ്കിലും നെഗറ്റീവ് ഇടുക, അതൊന്നും വായിച്ചു നോക്കില്ല. അതിന്റെ സെൻസോ സെൻസിബിലിറ്റിയോ ഒന്നും നോക്കില്ല. ഒന്നും നോക്കാതെ കമന്റ് ഇടും. അത് അവരുടെ നമ്മൾ ഐ ഡി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ലോക്ക്ഡാണ്, പ്രൊഫൈൽ ലോക്ക്ഡാണ്. സേഫ്റ്റിക്ക് വേണ്ടിയാണ് ചിലർ ലോക്ക്ഡ് ആക്കുന്നത്, ചിലർ അവരുടെ ഐഡന്റിറ്റി പുറത്തറിയാതിരിക്കാനും വേണ്ടി. അങ്ങനെ ഒരുപാട് പേര് ഈ ഫേസ്ബുക്കിലും വന്നിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ. ഇത് മറ്റൊരു പെൺകുട്ടിയുടെ പടം ഇട്ടിരിക്കുന്ന ഒരു ഫേക്ക് ഐ ഡി എന്ന് പറഞ്ഞാൽ പേര് മാറ്റി ഇട്ടിരിക്കുന്ന അർത്ഥമേ ഉള്ളൂ. സഖാവിനെ പ്രണയിച്ച് കൊതി തീരാത്തവൾ. ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അനീഷിന് വന്നത് കടലിൽ ചാടി ചത്തവൻ്റെയാണ്. പക്ഷെ എനിക്ക് ഇത്തരത്തിലുള്ള ഒന്നും വന്നു തുടങ്ങിയില്ല. ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഇതിനെ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഈ പ്രക്ലോഷ്മിത ദൃഷ്കാഞ്ചിതൻ. ഇതെങ്ങനെ ഇവൻ ടൈപ്പ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ വലിയൊരു അത്ഭുതം. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ വാസ്തവത്തിൽ. ഏതായാലും ഈ ഫേക്ക് ഐ ഡിയിലൂടെ ഈ പറഞ്ഞ പേരുകളുണ്ടല്ലോ. ഇപ്പൊ ഈ കടലിൽ ചാടി ചത്തവൻ, നാവുളുക്കി ചത്തവൻ, കഴിഞ്ഞ ആഴ്ച ചത്തവൻ, കൊറോണ വന്ന് ചത്തവൻ, പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്, ഈ കൊഴുക്കട്ട തൊണ്ടയിൽ കുലുങ്ങി മരിച്ചവൻ. അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കൂ, അതിൽ ഒരു ഐ ഡിയുടെ പേരാണ് കൊഴുക്കട്ട തൊണ്ടയിൽ കുടുങ്ങി പിന്നെ മരിച്ചവൻ. എന്തെല്ലാം പേര്, എന്തൊരു ക്രിയേറ്റിവിറ്റിയാണെന്ന് ആലോചിക്കാൻ. ഇത്രയും ക്രിയേറ്റിവിറ്റി നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അന്വേഷണം ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇതിലേറ്റവും നിങ്ങൾക്ക് സൂചിച്ചത് എനിക്ക് തോന്നുന്നു ഈ
കൊഴുക്കണ്ട തൊണ്ടയിൽ കുരുങ്ങി മരിച്ചവനാണ് ഇതിലേറ്റവും പോപ്പുലറായിട്ട് നിൽക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ ഫേസ്ബുക്കിൽ പരതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. വെറുതെ നമ്മളിവിടെ വന്നിരുന്ന് തമാശ അടിച്ച് പോകുന്നതല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത് ഫേസ്ബുക്കിലെ ഫേക്ക് ഐഡികൾ എന്നാണ് നമ്മൾ ഇതിനിട്ടിരിക്കുന്ന പേര്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കാം. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഇത്തരത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അതെ അതെ അതെ. ഇതിലൊരു കാര്യമുള്ളത് ഈ പറഞ്ഞ പേരുകളെല്ലാം തന്നെ വളരെ ഒന്ന് പരിശോധിച്ചപ്പോൾ വളരെ നിഷ്കളങ്കരായിട്ടുള്ള പ്രൊഫൈലുകളാണ്. ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവരവരുടെ അല്ല ഇതിനകത്ത് അവരുടെ ഉള്ള ഒരു തമാശയുള്ള ഒരു മനസ്സ്, മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ള മനസ്സൊക്കെ മാത്രമേ ഇതിലുള്ളൂ. ഇതെല്ലാം നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ഈ ഒരു പരിപാടി നമ്മൾ പ്രക്ഷേപണം ചെയ്തത്. ഇതിലൊന്നും തന്നെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. പിന്നെ വേറെ ഉണ്ടല്ലോ വളരെ പോപ്പുലർ ആയിട്ടുള്ളത്, എല്ലാവരും പറയുന്ന പോരാളി ഷാജി. അത് നമ്മൾ പറയാൻ പറ്റുമോ? അത് ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് അനുകൂലമായ നിലപാടുകൾ ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതേപോലത്തെ ഐഡിയയിൽ ഒരുപാടെണ്ണമുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞതൊക്കെ നിരുപദ്രവകാരികളാണ്. അവർ തമാശ കലർന്ന ചില സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ മാത്രമേ അതിനകത്തുള്ളൂ. അല്ല നമ്മളിപ്പോ VKN ഒക്കെ ജീവിച്ചിരുന്ന സമയത്ത് എന്താണോ ചെയ്തത്, സർ ചാത്തു എന്നൊക്കെയുള്ള കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ പുതിയ കാലത്ത് 20ാം നൂറ്റാണ്ടിലെ വേർഷനാണ് ഈ കാണുന്നത്. അത് അതിനകത്തൊരു തമാശയായിട്ട് തന്നെ നമ്മൾ കണ്ടാൽ മതി. ഇതിലിപ്പോ എന്തായാലും മൂലം തിരുനാൾ മൂസ രണ്ടാമൻ നല്ല പേരല്ലേ, മൂലം തിരുനാൾ മൂസ രണ്ടാമൻ. എന്താണ് പ്രാസം ഒപ്പിച്ചതിൽ ഇട്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ പക്ഷെ ഇതുണ്ടല്ലോ, ഈ ആദ്യത്തെ നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചത് കടലിൽ ചാടിച്ച്, ഈ കടലിൽ ചാടി ചത്തവനെ പിന്തുടർന്ന് ഒരുപാടെണ്ണം വന്നതാണ്. ഈ കഴിഞ്ഞ ആഴ്ച ചത്തവൻ, കൊറോണ വന്ന ചത്തവൻ, ഇതെല്ലാം അതിനകത്തുള്ളതാണ്. കോഴിക്കോട്ടെ തൊണ്ടയിൽ കുരുങ്ങി ചത്തവൻ, ഇതൊക്കെ അതിൻ്റെ ബാക്കിയായിട്ട് ഒന്നാണ്. പക്ഷേ ബോധപൂർവം ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെല്ലാം തമാശ, ഇനി പറയാൻ പോണത് ഗൗരവമുള്ള കാര്യം. ബോധപൂർവം ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്ന കുറച്ച് പേരുണ്ട്. അത് ഒരു നാടൻ ഭാഷ പറഞ്ഞാൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും ഒരു ഗ്രാഹ്യമില്ലാതെ കാര്യങ്ങൾ സംസാരിക്കും. അവരോടുള്ള മറുപടി സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് ആവർത്തിക്കുകയാണ്. കാരണം ജനാധിപത്യ രാജ്യത്ത് ആർക്ക് എന്തും പറയാം. അതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു ജ്ഞാനം ഉണ്ടായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധമില്ല. അതാണ് ഇതിലെ വിഷയവും. ഇപ്പോൾ നമ്മൾ പ്രവാസി ക്ഷേമനിധി ബോർഡിനെ കുറിച്ച്, പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കാൻ, ആധികാരികമായിട്ട് സംസാരിക്കാൻ ആർക്കാ പറ്റുക? സിഇഒയ്ക്കല്ലേ? ഉറപ്പായും അല്ലേ? ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞാണ് അതിന്റെ പരമാധികാരി. ആ മുൻ സിഇഒ വന്നിരുന്നാണ് നമുക്ക് കാര്യങ്ങൾ ഇതിലൂടെ പറഞ്ഞു. അതുപോലും പറ്റിപ്പല്ലേ തട്ടിപ്പല്ലേ എന്ന് ചോദിക്കുന്ന ഫേക്ക് ഐഡി ഉണ്ട് ഇവിടെ. നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയുന്നില്ല. വാസ്തവം നിങ്ങൾ ബോധപൂർവ്വം ഫേക്ക് ഐഡി ഉണ്ടാക്കി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ പറയുന്ന ഒരു കാര്യവും നമുക്ക് കള്ളം പറയാൻ പറ്റില്ല. പണ്ടത്തെ പോലെയല്ല നമുക്ക് ഒരു ഐറ്റവും നമുക്ക് കള്ളം പറയാൻ ഒക്കില്ല. അപ്പം വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനകത്തൊരു ഫേക്ക് ഐഡി വന്നിട്ട് പിന്നെ ഒരു നെഗറ്റീവ് സംഗതികൾ പറഞ്ഞ് ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കും. പിന്നെ ഒരു കൂട്ടത്തല്ല. അതിനകത്ത് ഇപ്പം നമ്മളിതൊക്കെ മറ്റു കാര്യങ്ങളൊന്നും രാഷ്ട്രീയമൊന്നും അധികം സ്പർശിക്കാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല, നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്ന. അതേസമയത്ത് രാഷ്ട്രീയമൊക്കെ സ്പർശിക്കുന്നതൊക്കെ പിന്നെ വലിയ കൂട്ടുകാരല്ല. നമ്മുടെ പ്രധാനപ്പെട്ട കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഏതാണ്ട് ഇവരുടെ എല്ലാം ഓൺലൈൻ മീഡിയകളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഏഷ്യാനെറ്റ് ഓൺലൈൻ, മാതൃഭൂമി ഓൺലൈൻ, 24 ഓൺലൈൻ, ഇതിനെല്ലാം താഴെ വന്ന് കൂട്ടത്തല്ലാണ്. അവർക്ക് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും ഒരു വാർത്ത, അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റേ കൂട്ടർ വന്ന് ഇവിടെ അടിയുണ്ടാക്കും. ഇങ്ങനെ അടിയുണ്ടാക്കും. ഈ അടിയുണ്ടാക്കുന്നതിലെല്ലാം താഴെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പകുതിയും ഫേക്ക് ഐഡിയാണ്. സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത കുറെ പേരായിരിക്കും തമ്മിൽ തല്ലുന്നത്. നേരത്തെ പറഞ്ഞ നിഷ്കളങ്കരായ മനുഷ്യരെ മാറ്റി നിർത്തിയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ഇങ്ങനെ തമ്മിൽ തല്ലിക്കാനും അല്ലെങ്കിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മളെ പോലുള്ളവർ ചെയ്ത പ്രധാനപ്പെട്ട നമ്മളൊരു യൂട്ടിലിറ്റി റേഡിയോ എന്നുള്ളൊരു ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുന്ന വിഷയങ്ങളെല്ലാം ബാക്കിലേക്ക് പോവുകയും ഇത്തരം കാര്യങ്ങളെല്ലാം മുമ്പിലേക്ക് വരികയും. അത് മറ്റൊരു കാര്യം കൂടി, ഇതൊക്കെ കാശ് വാങ്ങിക്കൊണ്ടല്ലേ, ഇത് പരസ്യമല്ലേ എന്നൊക്കെ 5 പൈസയുടെ പരസ്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല പ്രിയപ്പെട്ടവരെ. അല്ല നമ്മളിപ്പോ ഈ SBIയുടെ ഒരു പ്രോഗ്രാം അല്ല, അതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രൊബേഷണറി ഓഫീസർമാർ 2000 പേര് തിരഞ്ഞെടുക്കുന്നുള്ള സാധാരണക്കാരായ നമ്മുടെ മക്കള് അവർ മനസ്സിലാക്കി അപേക്ഷിക്കട്ടെ എന്ന സതുദ്ദേശത്തോട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് 5 പൈസയുടെ പരസ്യം SBI തന്നിട്ടുണ്ടോ? അതെ. എങ്കിൽ നമ്മളെ ദാരിദ്ര്യം മാറുമായിരുന്നല്ലോ. അതില്ലല്ലോ. അപ്പം എന്തിനു വെറുതെ നിങ്ങളിങ്ങനെ നെഗറ്റീവ് മാത്രമായി പ്രചരിപ്പിക്കാനായി നിങ്ങളിങ്ങനെ കുറച്ച് ഫേക്ക് ഐഡി ഉണ്ടാക്കുന്നു? അത് പാടില്ല.
അല്ലേ? അത് പാടില്ല എന്നേ പറഞ്ഞോളൂ. എന്നാൽ ഈ ഒരു പരിപാടി നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവർക്കെല്ലാം ഒരു നമോഭാഗം പറയും നന്നായിരിക്കും. ആർക്കൊക്കെയാണ്? ഈ കടലിൽ ചാടി ചത്തവനും, നാവുളുക്കി ചത്തവനും, കഴിഞ്ഞ ആഴ്ച ചത്തവനും, കൊറോണ വന്ന് ചത്തവനും, കൊഴുക്കട്ട തൊണ്ടേ കുരുങ്ങി ചത്തവനും, പിന്നെ അതോടൊപ്പം തന്നെ എൻ്റെ പ്രക്ലോഷ്മിത, അതൊന്നുകൂടെ പറയുന്നു, പ്രക്ലോഷ്മിത ദുഷ്ക്ലാഞ്ചിതൻ, അവർക്കെല്ലാം നമുക്കൊരു നമോഭാഗം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം നമ്മൾ അവതരിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.